മോർണിംഗ് വ്ളോഗ്സ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആരുമില്ല. ഗുഡ് മോർണിംഗ് ആയിരിക്കും. ഇത് ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന പറയാൻ പറ്റില്ല. എന്തായാലും എനിക്കിപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 9:10. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ 25 പൈസയ്ക്ക് ഫുഡ് അടിക്കാൻ പോവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് വെയിൽ. ഗൈസ്, ഞാൻ വീണ്ടും വന്നു. നല്ല വെയിൽ. എൻ്റെ ആദ്യത്തെ പബ്ലിക്കിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാം പടപട സ്പീഡിലാണ് കാരണം ഫ്രണ്ട് ക്യാമറയിൽ എടുത്താലേ കൊള്ളുള്ളൂ. പക്ഷെ ഞാൻ തിരിച്ചു പിടിച്ചെടുത്താൽ എന്നെ വെച്ച് ഫ്രെയിമിൽ വേറെ എല്ലാം കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് എഡിറ്റിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാം. നല്ല വെയിലുണ്ട്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്തോ, എനിക്കാണൊന്നും കാണാനും പറ്റുന്നില്ല. നമുക്ക് അത്യാവശ്യം ഇഷ്ടംപോലെ നടക്കാനുണ്ട് ഗൈസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് ഓരോന്ന് പറയും. ഇത് വീണ്ടും വണ്ടി വരുന്നുണ്ട്. എനിക്കറിയത്തില്ല. നമ്മുടെ ഇവിടെ കോന്നല്ലൂർ ഗൈസ് പുതിയൊരു കട ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞേക്കണം 25 പൈസയായിട്ട് ഈ അശോകസ്തംഭം പുറകിലുള്ള 25 പൈസയായിട്ട് ആദ്യം ചെല്ലുന്ന 25 പേർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. 250 രൂപയുടെ ഫുഡ് കിട്ടും. അപ്പോൾ പൈസ കൊടുക്കണ്ട. ചെറുപ്പനാട്ടുകാർ കയറി നമുക്ക് പൈസ കൊടുക്കണ്ട. ഒന്നെങ്കിൽ മുടി വെട്ടാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാം. നമുക്ക് ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ നമ്മളിവിടെ ചെല്ലാണ്. ഭാഗ്യമുണ്ട് ആ 25 പേരിൽ ഒരാൾ നമ്മളറിയും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ഘാടനമൊക്കെ കൂടി മാന്യമായിട്ട് തിരിച്ചു. നമുക്ക് അവിടെ ചെല്ലാൻ കഴിയും. ഇനി ഞാൻ വരികയല്ലേ, അവിടെ ചെന്നിട്ട് ഞാൻ വരും. ഓക്കെ വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഇവിടെ കോന്നല്ലൂർ എത്തി. കട എവിടെയാണ് ചെറുതായിട്ട് അറിയത്തില്ല. ഭയങ്കര സൗണ്ടാണ്. ഞാൻ പറയണല്ലോ കേൾക്കാമോ എന്തോ. എവിടുന്നോ ചെണ്ടമേളൊക്കെ കേൾക്കുന്നുണ്ട്. അത് ചെണ്ടമേള അല്ല. നമുക്ക് നോക്കാം. ഇവിടെ അടുത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു. അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാൻ കഴിയും. വ്ളോഗ്സ്, നമ്മൾ 25 പൈസക്ക് ഫുഡ് അടിക്കാൻ പോയത് ഒട്ടിപ്പാളിസായി പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ കടയുടെ ഒരു ഉദ്ഘാടനം. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലെന്ന് തോന്നണം. നേരത്തെ വീഡിയോ എടുത്തപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ ആവോ. അവിടെ എന്ന് പറഞ്ഞാൽ പുതിയൊരു കട ഉദ്ഘാടനം ചെയ്ത് അതൊരു കഫേ ഉണ്ട്. കഫേയുടെ പേര് ഞാൻ പേര് മറന്നുപോയി. അവിടെ കഫേ ഉണ്ട്, ഒരു സലൂണുണ്ട്. സലൂൺ അങ്ങനെയല്ലേ പ്രൊണൗൺസ് ചെയ്യണേ? സലൂണും ഉണ്ട്. അപ്പം അവിടെ ഉദ്ഘാടനത്തിന് വണ്ടിയൊക്കെ പോവാണ്. 25 പൈസ കൊണ്ടുവന്നവർക്ക് ഫ്രീ ആയിട്ട് 250 രൂപയുടെ ചെയ്ത് കിട്ടും. ഇപ്പോൾ സലൂണിലാണ് 250 രൂപയ്ക്ക് മുടി വെട്ടുന്നത്. ഫ്രീ ആയിട്ട് നമുക്ക് മുടി വെട്ടാൻ പറ്റും. ഇല്ല എന്തെങ്കിലുമൊക്കെ 250 രൂപയുടെ സാധനം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം അയ്യോ, എല്ലാവരും ഒക്കെ എന്നെ നോക്കണ വഴി കൂടി പോണവര്. അപ്പോൾ ഗായത്രി സുരേഷാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത്. പക്ഷേ നമ്മൾ ക്യൂ നിന്ന വഴിക്ക് നമ്മൾ ക്യൂ ഒക്കെ നിൽക്കണം. ക്യൂ നിന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് 2 പേര് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും 2 പേരും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പേ ആ കൂപ്പൺ അങ്ങ് തീർന്നു. എന്നെ ചെയ്യാൻ സലൂണിൽ നിന്നാൽ മതിയായിരുന്നു. അവിടെ ഒത്തിരി പേരില്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ മാത്രം ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ സലൂണിൽ ചെന്നിട്ട് മുടിക്കെന്തെങ്കിലും ചെയ്ത് അമ്മ എടുക്കും. അതുകൊണ്ടാണ് എന്നെ സലൂണിൽ ചെല്ലാണ്ട് ഫുഡിൻ്റെ കൗണ്ടറിൽ ചെന്ന്. അപ്പം ഇത്രയും പേരൊക്കെ കാണും നമ്മൾ ഓർത്തില്ല. 25 പൈസയുടെ പുറകിൽ അശോകസ്തംഭം വേണം. ഇതൊക്കെ നമ്മൾ ഓർത്തു. ഇപ്പം ഇത്രയും പിള്ളേരൊക്കെ വരുമെന്ന് നോക്കുമ്പോൾ പിള്ളേർ മാത്രമേ ഉള്ളൂ. നമ്മളവിടെ 10 മണിക്കാണ് പറഞ്ഞത്. 9:30 ആയപ്പം കണ്ട് ചെന്ന്. 9:30 എന്നിട്ട് 10:30 എങ്ങാണ്ടായപ്പോൾ ഉദ്ഘാടനം ചെയ്ത്. ഇനിയിപ്പോൾ ഇങ്ങ് പോരുന്നു. അതും നട്ടുച്ചക്കാറ്റം വെയിലത്ത്. ഞാൻ അതിൻ്റെ ഷോട്ടൊന്നും എടുത്തില്ല. വെറുതെ എന്തിനാ ചമ്മിപ്പോയതും കൂടി കാണിക്കണേന്ന് ഓർത്തിട്ട്. ആദ്യം ചുമ്മാ ഇടിച്ച് കയറുമായിരുന്നു പിള്ളേരൊക്കെ. പിന്നെ അവർ ക്യൂ ഒക്കെ ആക്കി. പക്ഷെ എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ക്യൂവിൻ്റെ ഇടയ്ക്ക് കൂടി ഇടിച്ച് കയറുമായിരുന്നു. എന്തായാലും ഞാൻ ആദ്യമായിട്ട് ഉദ്ഘാടനത്തിനൊക്കെ പോകും. പൊതുവേ ഈ പരിപാടിയൊന്നും ഇഷ്ടമില്ല. പിന്നെ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാ. പിന്നെ അതും ചമ്മിപ്പോയി. പിന്നെ ഗായത്രി സുരേഷിനെ കണ്ട്. വലിയ കാര്യമൊന്നുമല്ല, സിനിമ നടീനെ കണ്ടല്ലോ. ഗായത്രി സുരേഷിനെ കണ്ട് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. നന്ദി. നിങ്ങളുടെ സമയത്തിൽ നിന്ന് നിങ്ങളുടെ ഭാഗമാവാൻ പറ്റുക. വെളിപ്പെണ്ണിന്റെ
കൊട്ടാരം ഏറെ മോഹിച്ചു വെള്ളി വിധാനിച്ച കൊട്ടാരം. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ചോറും കറിയും കഴിക്കണം. രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയതാ, എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞ്. കണ്ടില്ല ഗൈസ്, ആ 25 പൈസയൊക്കെ ആയിട്ട് പോയതാ. അത് തപ്പി കണ്ടുപിടിക്കാൻ കുറേ നേരം എടുത്ത്. 25 പൈസയൊക്കെ തപ്പി കണ്ടുപിടിച്ച് കഴുകി ഉമ്മിക്കരിയൊക്കെ ഇട്ട് കഴുകി എടുത്തുകൊണ്ട് വന്ന്. ഇനിയിപ്പോൾ പോട്ടെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഫ്ലോഗ്സ്, നിങ്ങളപ്പം ഞാൻ ചമ്മിയ വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചമ്മിപ്പോയതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ഔട്ട്രോ എടുക്കാൻ മറന്നു. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഔട്ട്രോ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ ഔട്ട്രോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ആ ചമ്മി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ചമ്മ വീഡിയോസ് ഒന്നും ഉണ്ടാവുകയില്ല. ഇനി ചമ്മാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും കുറേ നേരം വെയിലൊക്കെ കൊണ്ട് ഇവിടെ ക്യൂ ഒക്കെ നിന്ന്, പക്ഷേ അതിൻ്റെ ഷോട്ടൊന്നും ഞാൻ എടുത്തില്ല. നല്ല ഷോട്ടൊന്നും എടുക്കാനും ഞാൻ എടുത്തില്ല. കാര്യം ഞാൻ വിട്ടുപോയി. അവിടെ ചെന്ന് വെയിലത്ത് ക്യൂ ഒക്കെ നിന്നപ്പോഴത്തേന് വീഡിയോ എടുക്കുന്നതായിരിക്കാൻ മറന്നുപോയി. അപ്പോൾ കഴിച്ച് ഇത്രേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.